ഇതിൽ നിന്നും വ്യത്യസ്തമായി ദുരാരോപണം ഉന്നയിച്ച് ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അങ്ങനെ ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന വ്യാമോഹം വേണ്ടതില്ല. ഇവിടെ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതാനും വോട്ടിനു വേണ്ടി അവസരവാദ നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. എപ്പോഴും തത്വാധിഷ്ഠിതമായ നിലപാടാണ്. വർഗീയതയെ ഞങ്ങൾ എതിർക്കുന്നത് അത് നാടിനാപത്താണ് എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ കേരളം ഈ കഴിഞ്ഞ 10 വർഷം വർഗീയ കലാപമില്ല, വർഗീയ സംഘർഷമില്ല. എന്താ കാരണം? LDF ഭരണത്തിലായതുകൊണ്ടല്ലേ. LDFന് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമുണ്ട് എന്നുള്ളതുകൊണ്ടല്ലേ. UDFന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ കഴിയുമോ? കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇവിടെ ഈ 10 വർഷം ഒരു വർഗീയ ശക്തിയെയും ചാരി നിൽക്കുന്ന അനുഭവമില്ല. എല്ലാ വർഗീയതയും ശക്തമായി എതിർക്കുക, വർഗീയ സംഘർഷത്തിന് പുറപ്പെട്ടാൽ കർക്കശമായ നടപടി അതിനെതിരെ എടുക്കുക, ഇതല്ലേ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയിൽ ആരും കൊതിക്കുന്ന ജീവിക്കാൻ പറ്റിയ സ്ഥലമായി കേരളം മാറിയില്ലേ? ഇതുപോലെ ശാന്തിയും സമാധാനവും ജീവിത ഭദ്രതയുമുള്ള സ്ഥലം വേറെ എത്രയുണ്ട്? അതല്ലേ LDFന്റെ മാറ്റം, LDFന്റെ നേട്ടം. അപ്പോൾ ഈ കാര്യങ്ങൾ ജനങ്ങൾ നേരിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതൊന്നും ജനബോധ്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും നേടിക്കളയാമെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ജനങ്ങൾ ശരിയായ ധാരണയോടെ തന്നെ ഇതിനെയൊക്കെ നേരിട്ട് തന്നെ ചെയ്യും, വിലയിരുത്തുകയും ചെയ്യും. നിങ്ങൾ കാണേണ്ടത് ഏത് വർഗീയതയോടും ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്, എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. അത് കൃത്യമായി തിരിച്ചറിയണം. ആ കേൾക്കുന്നത് വെച്ചിട്ട് അവരോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ മനസ്സിലാവില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വർഗീയതയുമായി ബന്ധമില്ല. ഞങ്ങൾ എല്ലാ വർഗീയതയും ഒരേപോലെ കാണുകയാണ്, എല്ലാ വർഗീയതയും ഒരേപോലെ എതിർക്കുകയാണ്. പിന്നെ ഏതെങ്കിലും ശക്തികളോട് ചോദിക്കാറുണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചോളി. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലായിടെയും അത് കാണുന്നുണ്ട്, എല്ലായിടെയും കേൾക്കുന്നുണ്ട്. വല്ലാതെ മങ്കടയിലെ LDF സ്ഥാനാർത്ഥി SDPIക്കാരനാണെന്നാണോ പറയുന്നത്? സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയല്ലേ. സ്ഥാനാർത്ഥിയോട് നിങ്ങളെന്ത് ചോദിച്ചു എന്ന് എനിക്ക് പറയാവൂ. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലേ മറുപടി ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടാണ് അറിയേണ്ടതെങ്കിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്, എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. ഈ വർഗീയതയോടെല്ലാം ശക്തമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഓ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വിഷമം കൊണ്ട് നടക്കി. ഞാനിപ്പോ പറഞ്ഞെന്താ നിങ്ങൾക്ക് നിങ്ങളുടേതായ ധാരണകളുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങൾക്ക് വേണ്ടത് ഈ UDF പ്രചരിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ഏതെങ്കിലും കൂട്ടരുമായിട്ട് ബന്ധപ്പെടുന്നു സ്ഥാപിക്കലാണ്. ഞങ്ങളെ അതിന് കിട്ടില്ല.
ഞങ്ങൾ ഇന്ന് സ്വീകരിക്കുന്ന നിലയല്ല, എത്രയോ കാലമായിട്ട് സ്വീകരിക്കുന്ന നിലയാണ്. എത്രയോ കാലമായി വർഗീയതയോട് ഉറച്ച നിലപാടാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചാഞ്ചാട്ടവും ഞങ്ങൾക്ക് അനുഭവപ്പെടാറില്ല. എന്നാൽ അതാണോ കോൺഗ്രസ്? അതാണോ UDF? ഏതെല്ലാം കാലം കടന്നു വന്നിരിക്കുന്നു. ഇനി ആ ചരിത്രമൊക്കെ ഞാൻ എണ്ണണോ? എല്ലാ പത്രസമ്മേളനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ. പണ്ട് EMSന്റെ മത്സരം തൊട്ട് തുടങ്ങാലോ. പിന്നെ AKGയുടെ മത്സരത്തിൽ കാണിച്ചില്ലേ? പിന്നെ കോലി ബി സഖ്യം വന്നില്ലേ? പിന്നെ സീറ്റ് തന്നെ അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തില്ലേ BJPക്ക്? എല്ലാം ആരായിരുന്നു? അതെല്ലാം കോൺഗ്രസ് ചെയ്തല്ലേ ഇവിടെ. അവരെ നിങ്ങൾക്ക് പവിത്രീകരിക്കണം. ഒരു ശുദ്ധന്മാര്, വർഗീയതയെ തീണ്ടാത്തവർ എന്ന് സ്ഥാപിക്കണം. എന്നിട്ട് എല്ലാ കാലത്തും വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന LDFനെ മോശമായി ചിത്രീകരിക്കണം. അത് നിങ്ങളുടെ ആവശ്യമാണ്. എന്ത് ചെയ്യാനാണ്? നാട്ടുകാരത് വിശ്വസിക്കണ്ടേ? ജനങ്ങളുടെ അനുഭവത്തിലല്ലേ കാര്യങ്ങൾ വിലയിരുത്തുക. അതൊക്കെ നിങ്ങൾ അവരോട് പോയി ചോദിക്കണോ? എന്നോട് ചോദിച്ചാൽ കിട്ടില്ല. ഭരണവിരുദ്ധ വികാരം എവിടെയുള്ളത്? നിങ്ങൾക്കുണ്ടോ ഭരണവിരുദ്ധ വികാരം? ഏത് കാര്യത്തിലാ? അത് പറയണോ? കേരളത്തിൽ 10 വർഷം ഭരിച്ചൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇന്ന കാര്യങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ഇന്ന കാര്യങ്ങളിൽ വിരുദ്ധ വികാരമുണ്ട് എന്ന് പറയും. അതിനല്ലേ ഞാൻ പത്രസമ്മേളനം നടന്നത്. അത്തരം ഏതെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്? അതൊന്നും ചർച്ച ചെയ്യരുതേ എന്നല്ലേ ഈ പറയുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നത്, ഇവർ ചിന്തിക്കുന്നത്. അത് ചർച്ച ചെയ്ത് പോയാൽ ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ. അതല്ലേ വസ്തുത.